നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ പിടികൂടിയത് വേദനാജനകമായ കാര്യമെന്ന് കുമ്മനം രാജശേഖരൻ. പോലീസ് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നും കുമ്മനം രാജശേഖരന്റെ ഈ പ്രസ്താവന വിവാദമാകുന്നു. ആദ്യം കുമ്മനത്തിന്റെ പ്രസ്താവനയിലേക്ക്. ഇത്രയും നാളും വിചാരിച്ചിട്ട് പിടികൂടാൻ കഴിയാത്ത, പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് സ്വതന്ത്രമായി വിഹരിച്ച ഒരു പ്രകൃതിയെ ഇത്തരത്തിൽ കടന്നുപിടിച്ച് ബലമുപയോഗിച്ച് കൊണ്ടുപോയത് എന്തിനാണ്? ഇതിൽ ദുരൂഹതയുണ്ട്. അത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ പോലീസ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. നാട്ടിൽ നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഒരിക്കൽ ഈ പോലീസിൻ്റെ നടപടിയെ ന്യായീകരിക്കുകയില്ല. അവരിലൊക്കെ വേദന ഉളവാക്കുന്ന സംഭവമാണ്. മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീ ജേക്കബ് ജോർജ് ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, വാസ്തവത്തിൽ പോലീസ് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. പോലീസിന്റെ ഇത്തരം പ്രവൃത്തി വേദനയുണ്ടാക്കുന്നതാണ് തനിക്കും കൂട്ടർക്കും എന്ന് കുമ്മനം പറയുന്നു. അങ്ങനെയാണോ ആരോഗ്യപരമായി ഈ സംഭവത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നത്? കുമ്മനം രാജശേഖരനെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ ഒരു പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ വിലപിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്ഭുതമുണ്ടാക്കുന്നു. ഒരു പെണ്ണിന്റെ ജീവിതം, ഒരു യുവനടിയുടെ അഭിമാനിയായ, ധീരയായ ഒരു യുവനടിയുടെ ജീവിതം തിരിച്ചു ചീന്തിയ ആളാണ് പൾസർ സുനി. അയാളെ പിടിക്കാൻ ബലം പ്രയോഗിച്ചത് എന്തിനാണെന്നാണ് കുമ്മനം ചോദിക്കുന്നത്. അയ്യോ, കേരള സമൂഹത്തിൽ ഇല്ലേ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ? കേരള സമൂഹം ആകപ്പാടെ ആ മനുഷ്യനെ തിരിച്ചു ചിന്താൻ നോക്കിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ത്രീ സമൂഹം. അങ്ങനെയുള്ള സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നു നിന്ന് തല ഉയർത്തിപ്പിടിച്ച് ഈ കുമ്മനം രാജശേഖരനെ പോലെയുള്ള ഒരു മാന്യദേഹം ഇങ്ങനെ പ്രസ്താവിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടി എന്ത് പറയുന്നു, കേരളത്തിലെ സമൂഹം എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ അറസ്റ്റ് ചെയ്യാനൊന്നുമല്ലല്ലോ ഇയാൾ. സ്വാതന്ത്ര്യ സമരത്തിലെന്നല്ല, ഒരു രാഷ്ട്രീയ സമരത്തിൽ പോലുമുള്ള പ്രതിയല്ല പൾസർ സുനി. അതിക്രൂരമായ ഒരു നടപടി നടത്തിയതിനെ തുടർന്ന് പോലീസ് വേട്ടയാടിക്കൊണ്ടിരുന്ന, പോലീസിനെ വെട്ടിച്ച് കടന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കോടതി മുറിയിൽ വെച്ച് പിടികൂടിയത്, പോലീസ് വളരെ സാഹസികമായിട്ട് പിടികൂടിയത് കേരള സമൂഹം രോമാഞ്ചത്തോടെയും കോരിത്തെരിപ്പോടുകൂടിയുമാണ് നോക്കിക്കൊണ്ടുനിന്നത്. തീർച്ചയായിട്ടും ആ നിമിഷങ്ങൾ, അങ്ങനെയുള്ള നിമിഷങ്ങൾ കേരള ജനത ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയുമായിരുന്നു. അതാണ് ശ്രീ ജേക്കബ് ജോർജ്. അതായത് ഇത്രയേറെ പോലീസിന്റെ ചുറ്റുമുള്ള പ്രഷർ ഉണ്ടാകുന്നു. ഒടുവിൽ പൾസർ സുനിക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ലാതെയാകുന്നു. ഒടുവിൽ ജുഡീഷ്യറിയുടെ ചില നിയമപരമായ പ്രൊട്ടക്ഷനെങ്കിലും ലഭിക്കാമെന്ന ആശ്വാസത്തിലേക്ക് സുനി എത്തുന്നു. ആ രീതിയിലേക്ക് സുനിൽ ഓടിക്കേറുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് വരൂ സുനി, കേറൂ ജീപ്പിൽ എന്ന് പോലീസിന് പറയാനാകുമോ? എന്താണ് കുമ്മനം ഉദ്ദേശിക്കുന്നത്? ആരുടെ ബോധത്തെയാണ് കുമ്മനം അപമാനിക്കുന്നത്? അല്ല, കുമ്മനം ആരുടെ ഭാഗത്താണ്? ഈ പെൺകുട്ടിയുടെ ഭാഗത്താണോ, അതോ ഈ വേട്ട നടത്തിയ ഈ ക്രൂരനായ പ്രതിയുടെ ഭാഗത്താണോ? അയാൾ വെറും തറ ഗുണ്ടയാണ്, ഭീകരന, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. യുവതിയോട്, സ്ത്രീകളോടൊന്ന് മാത്രമല്ല, സമൂഹത്തോട് തന്നെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രൂരനായ മനുഷ്യനാണ്. കേരള സമൂഹം വളരെ പരിഷ്കൃതമായി തീർന്നത് കാലാകാലങ്ങളിൽ ഇത്തരം കക്ഷികളെ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ്, അവരെ ആക്രമിച്ച് ഒതുക്കിക്കൊണ്ട് തന്നെയാണ്. സമൂഹം എങ്കിൽ മാത്രമേ പരിഷ്കൃതമാവൂ. ഇത്രയ്ക്ക് ഉള്ള സാമൂഹ്യ വിരുദ്ധരെ വളരെ ശക്തമായ, അതാണ് ശ്രീ ജേക്കബ് ജോർജ്, അതായത് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് ആരെയും മർദ്ദിച്ചിട്ടില്ല, ബലം പ്രയോഗിച്ച്, അതായത് പോലീസിന്റെ കൈവെട്ടിച്ച് കുതറി ഓടാൻ ശ്രമിക്കുന്ന പൾസർ സുനിയെയും വിജീഷിനെയും ബലം പ്രയോഗിച്ച് ജീപ്പിലേക്ക്, നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അതെങ്ങനെ മർദ്ദനമാകും? അതെന്ത് വേദനാജനകമാണ്. ഒരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ ആവാത്ത പ്രസ്താവനയാണത്. വേദനാജനകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ കേരള സമൂഹം ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കത്തില്ല. ചില വക്കീലന്മാരാണ് ഇയാളെ നിയമത്തിന്റെ നിന്ന് കോടതി മുറിയുടെ സംരക്ഷണം എന്ന വ്യാജേന അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചത്. അതിനോട് കൂട്ടുചേരുകയാണ് ഇത്തരം പ്രസ്താവന നടത്തുന്നവർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ഇത് കുമ്മനം മാപ്പ് പറയേണ്ട തെറ്റല്ലേ?
തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കേരള സമൂഹം ഒരു കാലത്തും ഇത്തരം നിലപാടുള്ളവരെ പൊറുക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. തീർച്ചയായും. ചിന്ത ജെറോം കൂടി ചേരുകയാണ്. ചിന്ത, ഒരു പക്ഷേ നവോത്ഥാനത്തിന്റെ ബാക്കിപത്രമായ ഒരു വിളനിലമാണ് കേരളം. ആ കേരളത്തിൽ ശരിയാണ്, വിയോജിപ്പുകളുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഈ രീതിയിലേക്ക് പൊതുബോധത്തെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ തന്നെ പൊതു അന്തസത്തയ്ക്ക് നേരെ എതിരാവുകയാണ്. കുമ്മനം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പൊതുസമൂഹം മുഴുവൻ നിരീക്ഷിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും, ഇവിടെ പ്രതികരിച്ചവരൊക്കെയും പറഞ്ഞാൽ മനസ്സിലാകും. എന്താണ് ഇനി കുമ്മനം ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ കൂടിയായ ചിന്ത. കേരളീയ സ്ത്രീ സമൂഹം ഈ പ്രസ്താവനയെ ഞെട്ടലോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കേരളത്തിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും സ്ത്രീകളെ സംരക്ഷിക്കുകയും അവർക്ക് അനുകൂലമായി അഭിപ്രായം പറയുകയും ചെയ്യുന്ന പൊതുബോധം കേരളത്തിനുണ്ട് എന്നതാണ് കേരളത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി നാം പറയുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കും നവോത്ഥാന മൂല്യങ്ങൾക്കും പോറലേൽപ്പിക്കുന്ന തരത്തിൽ, സ്ത്രീയുടെ സ്വത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഭീകരമായി പീഡിപ്പിച്ച പുരുഷന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വിഹ്വലതയോടുകൂടിയാണ് കേരളീയ സമൂഹം ഇതിനെ നോക്കിക്കാണുന്നത്. കേരളീയ സ്ത്രീ സമൂഹം ഞെട്ടലോടും അതിലുപരി കടുത്ത പ്രതിഷേധത്തോടും കൂടിയാണ് ഈ വാക്കുകളെ നോക്കിക്കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീ സമൂഹത്തെ കൂടി പ്രതിനിധീകരിച്ച് എന്താണ് കുമ്മനത്തോട് പറയാനുള്ളത്? ഇനി എന്താണ് കുമ്മനം ചെയ്യേണ്ടത് സ്ത്രീ സമൂഹത്തോട്? ഇത്രയേറെ അപമാനം നിങ്ങൾക്കായി എങ്കിൽ ഈ പ്രസ്താവനയിൽ ചിന്ത. ഇത്തരം പ്രസ്താവനകൾ ഉടലെടുക്കുന്നത് ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിൽ നിന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ കേരളീയ സ്ത്രീ സമൂഹത്തിന് കൂടുതൽ വ്യക്തമാവുകയാണ്. നമുക്കറിയാം, പോലീസ് യൂണിഫോമിൽ നിന്ന ഒരു പോലീസുകാരനെ കുത്തി കൊലപ്പെടുത്തിയ ആഡ് ആന്റണി ഉൾപ്പെടെയുള്ള ഗുണ്ടകളെ പിടിക്കുവാനായി കേരളീയ പോലീസിന് എടുക്കേണ്ടി വന്ന കാലതാമസം, അദ്ദേഹത്തിന്റെ വിരലിന്റെ അറ്റത്ത് പോലും വർഷങ്ങളോളം തൊടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ബണ്ടി ചോറിന്റെ സംഭവം കേരളത്തിൽ വെച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജിഷയുടെ സംഭവം എത്ര നാളുകൾക്ക് ശേഷമാണ് ഘാതകനെ പിടിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഈ സംഭവത്തിനകത്ത് 6 ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും കൊണ്ടുവരുവാൻ കഴിഞ്ഞ കേരള പോലീസിന് അഭിനന്ദനം അർഹിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ ആകെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട്, വാർത്തകളെ ആകെ ഡീവിയേറ്റ് ചെയ്ത്, പ്രധാന ചർച്ചകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ കേരളത്തിലെ സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കുവാൻ, അത് തന്നെയാണ് ചിന്ത. അതായത് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കപ്പെട്ടു, പൾസർ സുനിയുടെ അറസ്റ്റ് ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്താനായില്ല എന്നതിലെ പരിഭവമാണ് കുമ്മനം കാണിച്ചതെന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, അതെത്തരത്തിലുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയമാക്കാൻ കഴിഞ്ഞോ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനിപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. അത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും വളരെ കൃത്യമായി മനസ്സിലാവുന്നതാണ് എന്തുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങൾ വരുന്നു, എന്തുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സ്ത്രീകൾ എന്നും അഭയമായി കണ്ടിരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ്. എന്തെങ്കിലും കുടുംബവഴക്കുണ്ടായാൽ പോലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഓഫീസുകളിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു കൾച്ചർ, ഒരു സംസ്കാരമുള്ള നാടാണ് കേരളം. കാരണം സ്ത്രീക്ക് അത്രമേൽ സുരക്ഷിതത്വം കിട്ടും എന്നുള്ള ധാരണയാണ് കേരളത്തെ കുറിച്ച് നമുക്കുള്ളത്. കേരളത്തിലെ അമ്മമാർ, സഹോദരിമാർ, വീട്ടിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്നവർ, അവരൊന്നടങ്കം പൾസർ സുനിയെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്ന് മനസ്സിന്റെ അകത്തളത്തിൽ നിന്നും ഏറെ ആഗ്രഹിച്ചിരുന്ന ഘട്ടത്തിൽ ശരിയാണ് ചിന്ത പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ കൂടിയുണ്ട്. ശ്രീ ജയശങ്കർ, താങ്കൾക്ക് കൂടി ആ ബൈറ്റ് ഒരിക്കൽ കൂടി കേൾക്കാം, കുമ്മനം രാജശേഖരന്റെ വാക്കുകളിലേക്ക്. ഇത്രയും നാളും വിചാരിച്ചിട്ട് പിടികൂടാൻ കഴിയാത്ത, പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് സ്വതന്ത്രമായി വിഹരിച്ച ഒരു പ്രകൃതിയെ ഇത്തരത്തിൽ കടന്നു പിടിച്ച് ബലമുപയോഗിച്ച് കൊണ്ടുപോയത് എന്തിനാണ്? ഇതിൽ ദുരൂഹതയുണ്ട്. അത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ പോലീസ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്.
നാട്ടിൽ നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഒരിക്കൽ ഈ പോലീസിൻ്റെ നടപടിയെ ന്യായീകരിക്കുകയില്ല. അവരിലൊക്കെ വേദന ഉളവാക്കുന്ന സംഭവമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, എന്താണ് വേദന ഉളവാക്കുന്നതെന്ന് കുമ്മനം പറയുന്നത്? നോക്കൂ, ഇത് ഈ പ്രതിയെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുന്ന പോലീസിനെ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിന്റെ 4-1 അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അഭിഭാഷകരെ വിമർശിക്കാൻ കുമ്മനം ഉപയോഗിക്കുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. അല്ല, ഇവിടെ വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാത്രമല്ല, ശ്രീ കുമ്മനം രാജശേഖരനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന ആളുകളിൽ അത് ഉദ്ദേശിച്ച അർത്ഥമല്ല എത്തുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ ഇന്നലെ പകൽ വീട്ടിലിരിക്കും, ഞാൻ പകൽ സുഖമില്ലാതെ വീട്ടിലിരിക്കുന്നു. ആ സമയത്ത് എന്റെ സുഹൃത്തുക്കളായ ഒന്നിലധികം അഭിഭാഷകർ, എന്റെ സംഘടനയിൽ തന്നെ പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയക്കാരായിട്ടുള്ള അഭിഭാഷകർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൾസർ സുനി കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അതിനെതിരെ നമ്മുടെ സംഘടന പ്രതികരിക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും പ്രതികരിക്കരുത്. അതിൽ ചെയ്തത് നിയമവിരുദ്ധമാണ്, യാതൊരു സംശയമില്ല. കോടതിക്ക് അകത്ത് കയറി പ്രതികളെ അറസ്റ്റ് ചെയ്തത് തെറ്റാണ്. കോടതി വളപ്പില്ലാത്ത തന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, നിയമവിരുദ്ധമാണ്. പക്ഷെ പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, കൊടും കുറ്റവാളിയാണ്. കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ നികൃഷ്ടനായി കരുതപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിൽ നമ്മുടെ സംഘടന പ്രതികരിച്ചാൽ അത് വളരെ വിപരീതമായ ഫലമായിരിക്കും ഉണ്ടാക്കുക. നിയമവിരുദ്ധമാണെങ്കിൽ പോലും അത് ധാർമ്മികമായിട്ട് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് പോകരുത് എന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഒരു TV ചാനലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി പൂർണ്ണമായും നിയമവിധേയമാണ് എന്നൊരു അഭിപ്രായമില്ല, നിയമവിരുദ്ധമാണ്. കോടതിക്കകത്ത് കയറി അറസ്റ്റ് ചെയ്തത് തെറ്റാണ്. പക്ഷെ പ്രശ്നമല്ല, ഇത് എത്രയോ വലിയ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്ത ആളാണ് അയാൾ എന്നിട്ട് നിയമത്തിന്റെ ഒരു ചെറിയ പഴുതുപയോഗിച്ച് ഞാൻ നിരപരാധിയായി ഞാൻ കോടതിയിൽ കീഴടങ്ങാൻ വന്നപ്പോൾ എന്നെ പോലീസുകാർ വലിച്ചഴിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നത് അങ്ങനെയൊന്നും നമുക്ക് ഈ ക്രിമിനൽ നടപടി നിയമത്തിലും അല്ലെങ്കിൽ പോലീസ് ആക്ടിലൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുത്തുപോവേ സെമിക്കോളനും തെറ്റാതെ ഒന്നും പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്തിനാണ് പോലീസുകാർ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? ഈ കോടതിയിൽ കീഴടങ്ങിയതിന് ശേഷം വേണമെങ്കിൽ ഒരു അപേക്ഷ കൊടുത്ത് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ പോലീസുകാർക്ക് ഫലപ്രദമായിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. മനോരമ പത്രത്തിൽ അതിനെ കുറിച്ച് കൃത്യമായിട്ട് റിപ്പോർട്ടുണ്ട്. പോലീസിന്റെ നടപടി ശരിയാണ്, പക്ഷെ നിയമവിരുദ്ധമായ ഒരു കാര്യം അതിനകത്തുണ്ട്. ഇതാണ് അതിനകത്ത് യഥാർത്ഥത്തിലുള്ള കാര്യം. അതാണ് ശ്രീ ജയശങ്കർ, അതായത് പോലീസ് എല്ലാ വിധത്തിലും വലവിരിക്കുന്നു, പോലീസ് ഇയാളെ പിന്തുടർന്നെത്തുന്നു. പക്ഷേ ആക്സിഡന്റലി പറ്റിയില്ല, ചില പ്രകടനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, BJPയുടെ തന്നെ പ്രകടനങ്ങൾ കൊണ്ട് എത്താനായില്ല. ഈ സമയത്താണ് അയാൾ ഓടിക്കേറുന്നത് അവിടേക്ക്. അതേ സംബന്ധിച്ച് നമ്മൾ തർക്കിക്കേണ്ട, അത് പോകട്ടെ. പക്ഷേ അത്തരം ഒരു കൊടും കുറ്റവാളിയെ പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നു. അവിടെ മർദ്ദനമൊന്നും നടന്നിട്ടില്ല, ബലം പ്രയോഗിച്ചുള്ള കൊണ്ടുപോകല. ഷേക്കാൻഡ് ചെയ്തിട്ട് പൾസർ സുനി കയറുമെന്ന് പറഞ്ഞാൽ പൾസർ സുനി കയറില്ലല്ലോ, ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയ ഒരു സംഭവത്തെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തേണ്ട പക്വത ഇങ്ങനെയാണോ? നോക്കൂ, ഒരു സ്ത്രീ അപമാനിതയായി ഇവിടെ ഇരിക്കുന്നു. കേരള സമൂഹം മുഴുവൻ വേദനയോടുകൂടി ഈ സംഭവത്തെ വീക്ഷിക്കുന്നു. പൾസർ സുനിയുടെ ക്രൂരതയെ സംബന്ധിച്ച് മൂക്കത്ത് വിരൽ കൊണ്ട് അതിശയത്തോടു കൂടിയും ദേഷ്യത്തോടു കൂടിയും കേരള സമൂഹം പ്രതികരിച്ചിരിക്കുന്ന ഒരു സമയം, പൾസർ സുനിയെ കിട്ടിയത് വലിയ ആശ്വാസമായി എന്ന് കരുതുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവ് പ്രതികരിക്കുന്നത്. അതിന് ധാർമ്മിക ശൂന്യത, അരാഷ്ട്രീയത വളരാനുള്ള സാധ്യത ഇതൊക്കെ ഇല്ലേ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ? വളരെ ശരിയാണ്, നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കുമ്മനം രാജശേഖരനെ പോലൊരു നേതാവ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടായിരുന്നു. ഇന്നത്തെ ഏതൊരു പത്രത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ രീതിയിൽ തന്നെ വായിച്ചു. ഞാൻ ഇപ്പോഴാണ് അതിന്റെ ശബ്ദരേഖ കേട്ടതെങ്കിൽ പോലും ഇത് ഇന്ന് കാലത്ത് പത്രത്തിൽ വായിച്ചു. അപ്പൊ ഞാൻ അതിശയിച്ചു അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുന്നു. പക്ഷെ അത്ഭുതമല്ല, നമ്മുടെ ശ്രീ PT തോമസ് MLA ഏതാണ്ട് ഈ രീതിയിൽ തന്നെ പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഇത് ഒറ്റപ്പെട്ട അഭിപ്രായമല്ല, ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ പാർട്ടിക്കാരായ വക്കീലന്മാർ, ഇടതുപക്ഷക്കാരായ കത്തിച്ചാൽ കത്തുന്ന CPIക്കാരായിട്ടുള്ള വക്കീലന്മാരെ എന്നെ ഒന്നിലധികം പേര് വിളിച്ച് ഇത് തികച്ചും നിയമവിരുദ്ധമാണ്, തെറ്റാണ്, നമുക്ക് കോടതി ലക്ഷ്യം ആർത്തി കൊടുക്കണം. അതാണ് ഒരു അഭിഭാഷകനായ അല്ലെങ്കിൽ ഒരു സാമൂഹിക വിമർശകനായ താങ്കൾക്ക് തോന്നിയ ആ കാര്യത്തിൽ തോന്നിയ ഒരു ഉത്തരവാദിത്വത്തിന്റെ 4-1 പോലും കുമ്മനം രാജശേഖരന് തോന്നിയില്ല എന്നുള്ളതല്ലേ? യഥാർത്ഥത്തിൽ കുമ്മനം ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയേണ്ടതല്ലേ? അതെ, അതിപ്പോ ഓരോരുത്തരുടെ ധാർമ്മികതയെ കുറിച്ചും സദാചാരത്തെ കുറിച്ചും ഓരോ ആളുകൾക്കുള്ള ഒരു അഭിപ്രായം അനുസരിച്ചിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹത്തിന് ഉദ്ദേശിച്ചാണെങ്കിലും അത് വളരെ തെറ്റായ പ്രതിഫലനമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന. അതാണ് ഫോൺ ക്ലിയറുമല്ല ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, പൂർണ്ണമായും കേൾക്കാനും ആവുന്നില്ല. തീർച്ചയായും ദിനകറിലേക്ക്. ദിനകർ,
ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ആ പെൺകുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആക്രമണത്തിനിരയായ പെൺകുട്ടിയെക്കുറിച്ച് ഒരു പരിഗണനയും ഉണ്ടായില്ല എന്നത്. ആ ക്രൂരനായ പ്രതിയെ സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് അനുസൃതമായി കാര്യങ്ങൾ കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ക്രൂരമായ രീതിയിൽ അവമാനിക്കുന്നു. ഈ രീതിയിലേക്ക് രാഷ്ട്രീയം വിട്ടുള്ള മാനത്തിലേക്ക് ഈ കാര്യങ്ങൾ പുരോഗമിച്ചു കഴിഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനങ്ങൾ കൂടി ക്രോഡീകരിക്കൂ ദിനകർ. ജിംഷാദ്, തീർച്ചയായും കേരളം ഒന്നടങ്കം, മലയാളികൾ ഒന്നടങ്കം പൾസർ സുനിയെ പിടിക്കണം എന്ന ആഗ്രഹത്തിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മന്നതരായിട്ടുള്ള നേതാവിൻ്റെ പ്രതികരണം ഇത്തരത്തിൽ വരുന്നത്. പ്രതിയെ എങ്ങനെ പിടികൂടി എന്നതല്ല, പിടികൂടിയോ എന്നതാണ് ഉയരുന്ന ചോദ്യം. പിടികൂടിയതിനെ വല്ലാതെ വിമർശിക്കുന്നു. അത് ശരിയല്ല, പോലീസിൻ്റെ നിലപാട് ശരിയല്ല എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേദന ഉളവാക്കുന്നു. ആ വാക്കാണ് കുമ്മനത്തെ പോലുള്ള ഒരാൾ ഉപയോഗിക്കുന്നതിൻ്റെ സാങ്കത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. വേദന ഉളവാക്കുന്നു. വളരെ ഏറെ, അതായത് മലയാളികൾ ഒന്നടങ്കം വല്ലാതെ വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിയെ കോടതിയിൽ നിന്നും പോലീസ് വലിച്ചിഴച്ച് ജീപ്പിൽ കയറ്റുന്നു. സ്വാഭാവികമായും ഇത്തരത്തിൽ ഉള്ള കൊടും ക്രിമിനലുകളെ ബൊക്കെ കൊടുത്തോ മാല കൊടുത്തോ സ്വീകരിച്ച് ജീപ്പിനുള്ളിലേക്ക് ആനയിക്കാൻ കഴിയുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതല്ല, മറിച്ച് പ്രതി കോടതിയിൽ വെച്ച് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു ഇവരുടെ പ്രതികരണം എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായും. ചിന്താ ജെറോം, ഒരിക്കൽ കൂടി ചിന്ത, അതായത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ലഭിച്ച സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഇമെയിൽ വഴിയും ഫോൺ സന്ദേശങ്ങളും വഴിയും വലിയ പ്രതിഷേധമാണ് ഈ കുമ്മനത്തിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ശേഖരിക്കാനായത്. അവിടെ ഞങ്ങൾ രൂപപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ പ്രസ്താവനയോടുകൂടി ആത്യന്തികമായി ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ ഈ പ്രസ്താവന നിൽക്കുന്നതെന്ന് എങ്ങനെയാണ് ചിന്ത കാണുന്നത്? അത് പറഞ്ഞ് നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ചിന്ത. തീർച്ചയായും ആ യുവനടി തുറന്നു പറയുവാൻ ധൈര്യം കാണിച്ച ഒരു പെൺകുട്ടിയാണ്. ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഉറച്ചു നിൽക്കുവാൻ ധൈര്യം കാണിച്ച ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മനോവീര്യത്തെ തകർക്കുന്ന തരത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ പുറത്തു വരുന്നത്. നമ്മുടെ സമൂഹത്തിൽ പ്രതിക്കൊപ്പം അല്ലെങ്കിൽ ഭീകരമായി പെണ്ണിനെ പിച്ചി ചീന്തുവാൻ തയ്യാറാകുന്നവർക്കൊപ്പം ചിലരൊക്കെയുണ്ട്, ചിലരൊക്കെ പിന്നീട് സംരക്ഷിക്കുവാൻ വരും എന്നുള്ള ധാരണ ഭാവിയിലും ഇത്തരം കേസുകൾ ആവർത്തിക്കപ്പെടുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ ഇത്തരം വാക്കുകൾ പറയുമ്പോൾ വളരെ സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടി തന്നെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ പലരുടെയും അടുത്തു നിന്നും പുറത്തേക്ക് വരുന്ന സമൂഹത്തിൽ കേരളീയ സ്ത്രീ സമൂഹം ഭീതിയോടും ഞെട്ടലോടും കൂടിയാണ് ഈ വാക്കുകളെ കേൾക്കുന്നത്. അതായത് ചിന്ത, ഒരു പക്ഷേ നിർഭയയ്ക്ക് ശേഷം പ്രത്യേകിച്ചും ഈ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച്, അതായത് പെൺകുട്ടിയെ അപമാനിക്കപ്പെട്ടു, പെൺകുട്ടിയുടെ മാനം പോയി, ഇങ്ങനെ ഒന്നും പോലും പറയാൻ പാടില്ല. കാരണം മാനം പോയവൾ പെൺകുട്ടിയല്ല, അത് നടത്തിയ നരാധമനാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കാണുന്ന വലിയ ജനാധിപത്യ പരിണാമം സംഭവിച്ചിരിക്കുന്നു. ആ രീതിയിലാണ് വാക്കുകൾ പോലും ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു പീഡനത്തിന് അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന് ഇരയാകുന്ന പെൺകുട്ടി അപമാനം കൊണ്ട് തലകുനിക്കേണ്ടതില്ല, അത് പഴയ കാര്യമാണ്. മറിച്ച് അവളെ പീഡിപ്പിച്ചവനാണ്, ആ നരാധമനാണ് അപമാനം അറിയിക്കേണ്ടത് എന്ന രീതിയിലേക്ക് ജനാധിപത്യ സർഗാത്മകത ഉയർന്ന ഒരു കാലത്താണ് കുമ്മനത്തിനെ പോലെയുള്ളവർ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിർഭയയ്ക്ക് ശേഷമുള്ള ഇന്ത്യ ഒരുപക്ഷെ ഈ പ്രസ്താവനയും സെൻസിറ്റീവായി എടുക്കണ്ടേ? ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെ? ചിന്ത. തീർച്ചയായും. കാരണം മുഖം മറച്ച് പുറത്തേക്ക് വരേണ്ടത് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയല്ല. ആരാണോ അവളെ പീഡിപ്പിച്ചത് അവരാണ് മുഖം മറച്ച് പുറത്തേക്ക് വരേണ്ടത്. നിർഭയയുടെ സംഭവം ഉയരുന്ന സമയത്ത് ഡൽഹിയിൽ ഒത്തുകൂടിയ ജനങ്ങളിൽ ഉയർത്തിപ്പിടിക്കപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു പ്ലക്കാർഡ് ഉണ്ടായിരുന്നു. അതിൽ എഴുതിയിരുന്നത്, നിങ്ങൾ ഞങ്ങളോട് എന്ത് ചെയ്യണമെന്ന് പറയാതെ നിങ്ങളുടെ ആൺമക്കളോട് പീഡിപ്പിക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിക്കൂ എന്നാണ് ആ പ്ലക്കാർഡിൽ എഴുതി വെച്ചിരുന്നത്. പീഡിപ്പിക്കുന്ന മനുഷ്യനെ ഏത് തരത്തിലാണ് പുതിയ സമൂഹം നോക്കിക്കാണുന്നത്? അവനാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുവാൻ ഭയക്കേണ്ടത്. അവനെ എങ്ങനെ പിടിച്ചു എന്നുള്ളതിനപ്പുറം പിടിക്കപ്പെട്ട് നിയമത്തിന്റെ മുമ്പിലേക്ക് വരണം എന്ന ആഗ്രഹമാണ് മുഴുവൻ മനുഷ്യർക്കുമുള്ളത്. അതിന്റെ ഭാഗമായി ആ പ്രതിയെ പിടിക്കുന്ന ഘട്ടത്തിൽ, പിടിക്കുന്ന പോലീസിനെ അഭിനന്ദിക്കുവാൻ എല്ലാവരും തയ്യാറാകുന്ന ഘട്ടത്തിൽ എങ്ങനെ പിടിച്ചു എന്ന് ചുരുങ്ങി നോക്കി എത്ര ശതമാനം വേദനയുണ്ടായി, എത്ര ശതമാനം ബലം പിടിച്ചു, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു നോട്ടീസ് അയച്ചാൽ
പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുന്ന ആളല്ല പ്രതി എന്ന് മനസ്സിലാക്കുവാനുള്ള സാമൂഹ്യ യുക്തിയെങ്കിലും ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. തീർച്ചയായും പ്രതി പിടിക്കപ്പെട്ടതാണോ വേദനയ്ക്ക് അർഹമായ കുമ്മനം രാജശേഖരന്റെ സംഭവം എന്നതുള്ളതാണ് പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് ചിന്ത ചോദിക്കുന്ന ചോദ്യം. തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം. വാസ്തവത്തിൽ പോലീസ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കുമ്മനം രാജശേഖരന്റെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മോടൊപ്പം സഹകരിച്ച വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും സാമൂഹ്യ നിരീക്ഷകരും ഒക്കെ കുമ്മനത്തെ വിമർശിക്കുകയും ചെയ്തു, എതിർക്കുകയും ചെയ്തു. ആ രീതിയിലേക്ക് കാര്യം പുരോഗമിച്ചിരിക്കുന്നു. അതായത് പൾസർ സുനിയെ പോലെ ഒരു കൊടും കുറ്റവാളിയെ പിടികൂടിയ പോലീസിനെ ശ്ലാഘിക്കേണ്ടതിന് പകരം അത് വേദന ഉണ്ടാക്കുന്നതാണ് എന്ന രീതിയിലേക്കുള്ള പരാമർശമാണ് കുമ്മനത്തെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടായത്. ഈ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത്. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സജീവൻ, എങ്ങനെയാണ് ജനകീയമായി പ്രത്യേകിച്ച് സ്ത്രീപക്ഷത്ത് നിന്ന് ഈ പ്രസ്താവനയോടുള്ള എതിർപ്പുയരുന്നത്? ഇത് ഏത് തരത്തിലാണ് കുമ്മനത്തിനും കുമ്മനത്തിൻ്റെ പാർട്ടിയെയും ദോഷകരമായി ബാധിക്കുന്നത് അടക്കമുള്ള സാമൂഹ്യ നിരീക്ഷണത്തിലേക്ക്? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു നടിയോട് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയ കുറ്റവാളിയെ പിടികൂടുക എന്നുള്ളത്, അത് എങ്ങനെ പിടികൂടിയാലും പിടികൂടിയിട്ട് സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത്തരം സംഭവങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഏത് നേതാവ് സംസാരിച്ചു കഴിഞ്ഞാലും അത് തെറ്റായിട്ടുള്ളതാണ്. അദ്ദേഹം ഇതിനൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളെപ്പോഴും ഇതൊരു സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള സംഭവമാണ്. സ്ത്രീകൾക്ക് ഏറ്റവും ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൊടും കുറ്റവാളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് തന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇതൊരു വലിയ ഈ കേരളത്തെ മുഴുവൻ മാത്രമല്ല ഈ ഇന്ത്യയിൽ മൊത്തം ഉള്ള ആളുകൾക്ക് പോലും വേവലാതിയും ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നമാണിത്. അപ്പോൾ ആ കുറ്റവാളിയെ പിടികൂടാത്തതിന്റെ പേരിൽ പലപ്പോഴും നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലും അതാണ് ശ്രീ എ സജീവൻ, അതായത് സോഷ്യൽ മീഡിയയിലും കാരണം ജനങ്ങളുടെ ഇടയിൽ നടന്ന മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. ആ സോഷ്യൽ മീഡിയയിലും ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമാണോ കുമ്മനത്തിന്റെ ഈ പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പൊതുവെയുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഇത്തരം പ്രസ്താവനകളല്ല ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്. ധാരാളം ആളുകളുടെ പ്രതികരണങ്ങൾ ഇതിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രതികരണം പ്രത്യേകിച്ച് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു കേസ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾ ആകാംക്ഷയോട് കൂടിയിട്ട് ആശങ്കയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രതിയെ പിടികിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ ഏതിനെയും രാഷ്ട്രീയവൽക്കരിക്കാനോ രാഷ്ട്രീയത്തിന്റെ രീതിയിൽ നോക്കാനോ ഇതൊരു LDF സർക്കാർ ആയതുകൊണ്ട് ഈ സർക്കാരിന്റെ പോലീസോ ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചെയ്യുന്ന പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന രൂപത്തിലും മറ്റും കാണിക്കുന്ന ഒരു രാഷ്ട്രീയ കണ്ണടയുണ്ടല്ലോ. ആ രാഷ്ട്രീയ കണ്ണടയാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരം പ്രതികരണങ്ങളൊക്കെ അപലപിക്കേണ്ടതാണ്. ധാരാളം ആളുകളുടെ ഭാഗത്തുനിന്നുള്ള ധാരാളം ആളുകൾ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട്. തീർച്ചയായും ശ്രീ എ സജീവൻ തുടരൂ. ഇപ്പോൾ ഫക്രുദ്ദീൻ അലി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഫക്രുദ്ദീൻ, അതായത് ഒരു ദുർബലനെ ക്രൂരമായി മർദ്ദിക്കുന്ന വേട്ടക്കാരനോട് അയാളുടെ കൈ മർദ്ദിച്ച ആളുടെ കൈ വേദനിച്ചോ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള അപഹാസ്യമായ പ്രതികരണമല്ലേ യഥാർത്ഥത്തിൽ കുമ്മനം നടത്തിയത്? അങ്ങനെയാണ് സമൂഹം പ്രതികരിക്കുന്നത്. അങ്ങനെ കാണണോ അതിനെ? അല്ല, ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഹൈലി ഡെവലപ്ഡ് വെസ്റ്റേൺ വേൾഡിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രതിയെ ഇങ്ങനെ പിടികൂടുന്ന സമയത്ത് മനുഷ്യാവകാശ പ്രവർത്തനൊക്കെ ഈ രീതിയിൽ പ്രതികരിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളല്ല, മനുഷ്യാവകാശ രാജ്യം അത്രത്തോളം ഡെവലപ്ഡ് അല്ല, നമ്മുടെ സെൻസിബിലിറ്റീസും അത്രത്തോളം ഡെവലപ്ഡ് അല്ല. ഇവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഒരു അബലയായ സ്ത്രീയെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, പോലീസിനെ വെട്ടിവെച്ച് കടന്നു കളയുന്നു. അന്ന് കോടതിയിൽ വെച്ച് ആ രീതിയിൽ അയാളെ അറസ്റ്റ് ചെയ്തില്ല, അതിന് നിയമത്തിന്റെ പരിരക്ഷ ഉപയോഗിച്ചുകൊണ്ട് അയാൾ കൂടുതൽ സുരക്ഷിതരാകുമായിരുന്നു. അപ്പൊ ഈ പോലീസിന്റെ വലിയൊരു നേട്ടം എന്നായിരുന്നു ഞാൻ കരുതില്ല, കാരണം അയാളെ പുറത്ത് പിടിക്കാൻ പറ്റും. പക്ഷെ പോലീസ് കോടതി കാണിച്ച തന്റെ നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം അഭിനന്ദിക്കുന്നതാണ്. കേരളത്തിലെ സ്ത്രീകൾ അനിവാര്യമാണ്, സ്ത്രീകൾ ആഗ്രഹിക്കുന്നതാണ്. കാരണം അവനെ ഏതെങ്കിലും രീതി അവൻ രക്ഷപ്പെട്ടു നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ ആലോചിച്ചു ഏത് രീതി അവർ സുരക്ഷിതരാവുക. അപ്പം ആ സന്ദർഭത്തിൽ കുമ്മനത്തെ പോലുള്ള അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു രസം. കുമ്മന വെച്ചാൽ സാധാരണ ഒരു BJP-കാരനല്ല, സംഘത്തിന്റെ വലിയ ഒരു നേതാവാണ്. മാത്രമല്ല
ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ കോടതി അതിന്റെ വഹിക്കുകയോ ഞങ്ങൾ നിലപാടെടുക്കുമെന്ന് പറയുന്ന ആളുകളാണ്. ശശി മഹാരാജന്റെ ഒക്കെ പ്രസ്താവനയൊക്കെ വന്ന സമയത്ത് ഒന്നും ഉണ്ടാതിരുന്ന ആളുകളാണ്. പാകിസ്ഥാനിൽ പോകണമെന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഗുജറാത്തിലെ പാവങ്ങളെ പച്ചയ്ക്ക് തീയിട്ട് പോകുന്ന സമയത്ത് ഒന്നും ഉണ്ടാതിരുന്ന ആളുകളാണ്. ഇവനെ പോലെ ഒരു കൊടും കുറ്റം ഒരു സ്വാമിജിക്കോ സന്യാസിയുടെ പേര് നമ്മുടെ വെള്ളാപ്പള്ളിയുടെ അടുത്താണ് പറഞ്ഞതെങ്കിൽ പോലും ഞാൻ അംഗീകരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ അങ്ങനെ വലിയ അവര് കുറ്റവാളികളൊന്നുമല്ല. ഇതൊരു കൊടും കുറ്റവാളിക്ക് വേണ്ടി കുമ്മൻ ഈ വന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെയാണ് നമ്മൾ CPM പറയുന്ന ചില കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരിക. ബേസിക്കലി ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിയ കുറ്റവാളികളുടെ സമൂഹമാണ്. അത് ഇൻഡയറക്ട്ലി എവിടെയെങ്കിലൊക്കെ ബന്ധപ്പെട്ടത് കൊണ്ടാണോ ഈ രീതിയിലുള്ള പ്രസ്താവന കുമ്മനത്തിൽ നിന്ന് വന്നതെന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു മനുഷ്യാവകാശ പ്രവർത്തനമല്ല പറഞ്ഞത്. കുമ്മനത്തെ നേതാവാണ് പറഞ്ഞത് ഏറ്റവും തേർഡ് റേറ്റ് വൃത്തികെട്ട ക്രിമിനലിന് വേണ്ടി. ഇതൊന്നും ജസ്റ്റ് നമ്മൾ ചർച്ച ചെയ്ത് കളയേണ്ട സംഭവമല്ല. ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്ട് ആണ്. വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അതാണ് അത് തന്നെയാണ് ഒരുപക്ഷെ സമൂഹം ഈ രീതിയിൽ പ്രതികരിക്കാൻ കാരണം. ഒരുപക്ഷെ ആ സമൂഹത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ കേന്ദ്രീകരണത്തോടു കൂടി നമ്മൾ ക്രോഡീകരിക്കുന്നതും. ഫക്രുദ്ദീൻ അലി, ശ്രീ എ സജീവൻ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രത്തോളം ഗുരുതരമാണ്? ഒരുപക്ഷെ ഒരു പ്രതിയെ നോക്കൂ, ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും ചോദ്യം ചെയ്യാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. തത്സമയ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. കാരണം പൾസർ സുനിയെയും വിജേഷിനെയും ക്രൂരമായി ഇങ്ങനെ ഇടിച്ചടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അവരെ ഒരു വട്ടം പോലും മർദ്ദിക്കുന്നില്ല. പക്ഷേ അവരുടെ ബലപ്രയോഗത്തെ എതിരിട്ട് ജീപ്പിൽ കയറ്റാൻ ബലം പ്രയോഗിക്കുന്നു പോലീസ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എവിടെയാണ് മർദ്ദനം? അവിടെ എവിടെയാണ് മനുഷ്യാവകാശ ലംഘനം? ആ രീതിയിലേക്ക് ചെയ്ത ഒരു കൊടും കുറ്റവാളിയുടെ വിഷയത്തിൽ ആണ് കുമ്മനം ഈ രീതിയിൽ വേദനാജനകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് പോലും യഥാർത്ഥത്തിൽ അവിടെ സ്യൂട്ടബിൾ അല്ലല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ ആ ദൃശ്യം മുഴുവൻ എല്ലാ ആളുകളും കണ്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. അവിടെ നമുക്കറിയാം കോടതിക്കകത്തെ പ്രതിക്കൂട്ടിൽ ബലം പിടിച്ചു നിൽക്കുന്നത്, പോലീസ് പിടിച്ചിട്ട് പോലും വരാതെ ബലം പിടിച്ചിട്ടുള്ള ആളുകളെ അത് പിടിപിടിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബലം പ്രയോഗിക്കേണ്ടി വരും. അവരോട് അനുനയത്തിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവരാണ് പരമാവധി ശക്തി പ്രയോഗിച്ചുകൊണ്ട് പ്രതിക്കൂട്ടിന്റെ പിടിയിൽ പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരും. പിന്നെ അവിടെ മനുഷ്യാവകാശ പ്രശ്നം എന്ന് പറയുന്നത്, മനുഷ്യാവകാശം ലംഘിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ക്രൂരമായ നടപടികൾ പോലീസിന്റെ അടുത്തുണ്ടാവണം. ഒരാൾക്ക് കിട്ടേണ്ട കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ കോടതിക്കകത്ത് വന്നിട്ടുള്ള ഒരാളെ പിടിച്ചുകൊണ്ടുപോവാണെങ്കിൽ എത്ര കൊടുങ്കുറ്റവാളിയാണെങ്കിൽ പോലും അയാളുടെ മനുഷ്യാവകാശ ലംഘനം. കാരണം അത് അവിടെ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സമയത്ത് കോടതിയില്ല, കോടതി പിരിഞ്ഞ സമയമാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് കോടതി എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷനിങ് ടൈമാണ്, അല്ലാതെ ആ ബിൽഡിംഗ് അല്ല. അപ്പം കോടതി പിരിഞ്ഞ സമയത്ത് ഒരു ആൾ മാത്രമല്ല, കോടതി നമുക്കറിയാം, ഈ കോടതി തന്നെ എന്തുകൊണ്ട് അഭിഭാഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല? അവിടെ അവർ പറയുന്നൊരു സംഭവം കൊണ്ട് ഇവിടെ കോടതി പ്രതിയല്ല. അതാണ് ശ്രീ എ സജീവൻ, അതാണ് കറക്റ്റാണ്. അതിലേക്ക് തന്നെയാണ് ശ്രീ എ സജീവൻ ദയവായി തുടരും. ഇപ്പോൾ നമ്മോടൊപ്പം കെ അജിത കൂടി ചേരുകയാണ്. ശ്രീമതി അജിത, ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്തുള്ള പോലീസിന്റെ കൊടിയ പീഡനങ്ങൾ വിശുദ്ധരായ രാഷ്ട്രീയ പ്രവർത്തകർ, യോജിപ്പോ വിയോജിപ്പോ എന്നുള്ളതല്ല, വിശുദ്ധരായ രാഷ്ട്രീയ പ്രവർത്തകർ നേരിട്ടിട്ടുണ്ട്. മന്ദാകിനി അമ്മയുടെ ചെകിട്ടത്തെ ആ ചുവന്ന വരകൾ ഒരുപക്ഷെ വേദനയോടുകൂടി മലയാളി ഇപ്പോഴും വായിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പോലെ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല ഇവിടെ. പൾസർ സുനിയെ പോലെ കൊടും കുറ്റവാളിയായ ഒരാൾ കുറ്റവാളിയെ പോലീസ് ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി എന്ന ഒറ്റ കാരണത്താൽ അത് വേദനാജനകമായ സംഭവമാണെന്ന് പറയുക, അവിടെ പീഡിപ്പിക്കപ്പെട്ട ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയുടെ കാര്യം മറന്നുപോവുക, എന്നിട്ടത് പരസ്യമായി വേദനാജനകമെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിക്കുക, എങ്ങനെ കാണണം ശ്രീമതി അജിത ഇതിനെ? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഇന്നലത്തെ നടപടിയിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ കോടതി മജിസ്ട്രേറ്റ് അവിടെ ഇരിക്കുന്ന സമയത്തല്ലല്ലോ പോലീസുകാരെ അവരെ പിടിക്കുന്നത്. അവര് കോടതിയുടെ റൂമിനകത്ത് കയറി എന്നുള്ളത് കൊണ്ട് മാത്രം കോടതിക്ക് ഒരു അസ്പൃശ്യത കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാത്രല്ല, ഇത്രയും ഭീകരനായ ഒരു കുറ്റവാളിയെ പോലീസ് അങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കൊണ്ടുപോവുക? ബലം പ്രയോഗിച്ച്, നേരത്തെ സജീവൻ പറഞ്ഞതുപോലെ ബലം പ്രയോഗിച്ച് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവനെ പിടിച്ച് കൊണ്ടുപോകുന്നത്. അവന് മറ്റു തരത്തിലുള്ള മർദ്ദനമൊന്നും നടത്തിയതായിട്ട് വിഷ്വൽസിൽ കാണുന്നുമില്ല. അപ്പൊ ഇത് വെറുതെ ഒരു ഇഷ്യൂ ആക്കി അതിലൊരു അഭിഭാഷകരുടെ ഒരു പങ്കും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുമ്മനം രാജശേഖരനെ പോലുള്ള നേതാക്കള് ഇത്തരത്തിൽ പറയുമ്പോൾ
എല്ലാ കാര്യത്തിലും കറക്റ്റായിട്ടൊന്നും ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വളരെ നന്നായി ഞങ്ങളെപ്പോലുള്ള സ്ത്രീ സംഘടനകളും ഇതൊക്കെ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. പൾസർ സുനിയെ പോലുള്ള ഒരാളെ പിടിച്ചത് കീഴടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ തകർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പോലീസിനെ അഭിനന്ദിക്കാൻ കാര്യത്തിൽ. തീർച്ചയായും ശ്രീമതി അജിത, ഒരുപക്ഷെ അദ്ദേഹത്തെ എതിരിടാൻ പോലും താങ്കൾ മടിക്കുന്നു. ആ രീതിയിൽ അവഗണിക്കേണ്ടതാണ് എന്ന് കൂടി അതിനകത്തൊരു ധ്വനിയുണ്ട്. പക്ഷെ എന്നാലും ശ്രീമതി അജിത, അതായത് നോക്കൂ, ഇത്തരത്തിലൊരു സ്ത്രീപക്ഷ നിലപാടുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യപക്ഷ നിലപാടുമായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായ താങ്കൾക്ക് പോലും ആ പോലീസിന്റെ പ്രവൃത്തി സന്തോഷമുളവാക്കി. കാരണം അവിടെ ഇരയ്ക്കൊപ്പമാണ് താങ്കൾ എന്നതാണ്. അപ്പോൾ അതിനെതിരെ വേദനാജനകമാണ് പ്രതിയെ പിടിച്ചത്, അങ്ങനെ കൊണ്ടുപോയത്, അതിൽ ഞങ്ങളൊക്കെ വലിയതായി വേദനിക്കുന്നു എന്ന രീതിയിലേക്ക് ഒരു ശരീരഭാഷയിട്ട് പറയുകയാണ് ആര്, കുമ്മനം രാജശേഖരൻ. അതിനെ എങ്ങനെ കാണണം? അതിനെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? തീർച്ചയായും അതിനെ ശക്തമായിട്ട് എതിർക്കുക തന്നെ വേണം. ഇത് അത്തരം ജൽപ്പനങ്ങൾ പോലും ഇപ്പൊ എനിക്ക് തോന്നുന്നു അഭിഭാഷകരുടെ നിലപാട് അത് പ്രതിക്ക് ഗുണകരമായി വന്നു. അതുപോലെ അതുകൊണ്ടാണ് ഇത്രയും വലിയ ഇഷ്യൂ ആയത് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ അഭിഭാഷകർ അങ്ങനെ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ചർച്ച ഉണ്ടാവില്ലായിരുന്നു. ഈ ചർച്ചയ്ക്ക് പോലും കാരണം അവരാണ്. ഈ അഭിഭാഷകരാണ് നിയമത്തിന്റെ ഓരോ പഴുതും അവർ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്താണ് ചെയ്യുന്നത്. ഇപ്പം ഗോവിന്ദസ്വാമിയെ പോലുള്ള അത്തരത്തിലുള്ള അതാണ് ശ്രീമതി അജിത മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെയാണ് ശ്രീമതി അജിത, അതായത് ഇതൊക്കെ ചെയ്ത അഭിഭാഷകരെ ഒരു വാക്കുകൊണ്ട് പോലും കുമ്മനം വിമർശിക്കുന്നില്ല. മറിച്ച് ഈ പ്രതിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന പോലീസിനെയാണ് അപമാനിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് വേദനാജനകമെന്ന് പോലീസിനെതിരെ അദ്ദേഹം ഈ കാര്യത്തിൽ ചെയ്തത് കേരളത്തിന്റെ സമൂഹ മനസാക്ഷിക്ക് ആവശ്യമായ ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ശ്രീമതി അജിത, ഒരു കാര്യം കൂടി, അതായത് അഭിഭാഷകർക്കെതിരെ, ഇതൊക്കെ ചെയ്ത അഭിഭാഷകർക്കെതിരെയോ മറ്റുള്ള കാര്യങ്ങൾക്കെതിരെയോ ഒരു വാക്ക് പോലും പ്രതികരിക്കാതെയാണ് കുമ്മനം രാജശേഖരൻ ഇങ്ങനെ പോലീസിന് നേരെ ശരമെയ്തത്, അല്ലെങ്കിൽ പ്രവൃത്തി വേദനാജനകമാണെന്ന് പറഞ്ഞത്. അതിനെ എങ്ങനെ കാണണം? ഹലോ, ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയും അമീറുൽ ഇസ്ലാമിന് വേണ്ടിയും അതുപോലുള്ള പ്രതികൾക്ക് വേണ്ടിയും ഒക്കെ ഈ അഭിഭാഷകർ തന്നെയല്ലേ വാദിക്കുന്നത്. അപ്പൊ നമ്മൾ അഭിഭാഷകർ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണ്, അതിനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. അതാണ് ഈ കുമ്മനം രാജശേഖരൻ അഭിഭാഷകർ ഇത്ര ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ലായിരുന്നത്. അതെ, അതാണ് അജിതാമ്മ പറയുന്നത്. അതായത് കുമ്മനം രാജശേഖരൻ ആ അഭിഭാഷകർക്കെതിരെ ഒരു വാക്ക് പോലും എതിർത്തില്ല. പക്ഷേ ഇത് ചെയ്ത പോലീസുകാരെ അതായത് രാഷ്ട്രീയമായിട്ട് സർക്കാരിനെ എതിർക്കാൻ ഒരു കാരണം കിട്ടിയല്ലോ എന്നുള്ളതാണ് കുമ്മനത്തിന്റെ താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് കാതലായ വിമർശനം തന്നെയാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായ എതിർപ്പ്. ശ്രീ ഫക്രുദ്ദീൻ അലി, അതായത് ശ്രീമതി അജിത പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു വിമർശനമാണ്. അതായത് രാഷ്ട്രീയമായി സർക്കാരിനെ എതിർക്കാൻ ഒരായുധമാക്കി സംഭവത്തെ കൊണ്ടുപോകാൻ ആയില്ല. അതിൻ്റെ പ്രതിഷേധം കൂടിയാണ് ഒരുപക്ഷെ കുമ്മനം കാണിച്ചത്. ആ അധാർമികതയാണ് അവിടെ പൊളിച്ചു പറഞ്ഞത്. എങ്ങനെയാണ് ഫക്രുദ്ദീൻ താങ്കൾ നിരീക്ഷിക്കുന്നത്? ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ട് നമ്മളെ മഹത്തായ ഹൈന്ദവ പാരമ്പര്യമൊക്കെ പിന്തുടരുന്ന ആളുകൾ ഇപ്പൊ ജൈനമതത്തിന്റെ കഥയെന്ന് കല്ലിനും മുള്ളിനും വരെ ആത്മാവുണ്ട്, ഒന്നിനെ നോവിക്കാൻ പാടില്ല. അതായത് ജൈനമതക്കാര് അറിയാതെ ഈ പറയുന്ന നമ്മൾ എന്തെങ്കിലും ഒരു അണുക്കളൊന്നും നമ്മളെ വയറ്റിൽ പോയി വായിന്റെ ഉള്ളിൽ കുടുങ്ങി അവർ ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് വായു മൂടിക്കെട്ടി എടുക്കും അവരുടെ സന്യാസിമാരൊക്കെ. കുമ്മനൊന്നും അങ്ങനെ ആളുകളല്ലല്ലോ. നമുക്ക് പിന്നെ പാകിസ്ഥാനിലേക്കൊക്കെ വിസ അടിച്ചിരുന്ന ആളുകളല്ലേ. ഈ പറഞ്ഞ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിക്രൂരമായിട്ട് ആളുകളെ വേട്ടയാടുന്ന വെറുപ്പ് പിന്നെ പ്രചരിപ്പിക്കുന്ന ആളുകളല്ല. അപ്പൊ അദ്ദേഹം അതാണ് ഞാൻ എന്റെ പ്രശ്നം. ഇതിപ്പോ ഒരു വലിയ സന്യാസി വന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും, എനിക്ക് ഇതിന്റെ ഫിലോസഫി അറിയാം. ഇതങ്ങനെയല്ല സംഭവം. അപ്പം ഇതിന് നേരത്തെ അജിത ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഉൽക്ക വന്ന് വീണാൽ അത് പിണറായി വിജയൻ ഭരിച്ചതുകൊണ്ടാണ് ശനി എന്താ പറയാ ദൈവങ്ങൾ കോപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളാണ്. അപ്പൊ BJP ഓഫീസിന് നേരെ ഇതിനപ്പോ തിരുവനന്തപുരത്ത് അക്രമമുണ്ടായി.
എങ്ങനെ എന്ത് എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അന്ന് തന്നെ പ്രസ്താവന ഇറക്കുകയാണ് അത് CPM-മാരാണ് ആക്രമിച്ചത്. ഇങ്ങനെ കാര്യകാരണമില്ലാതെ എന്തും വിളിച്ചു പറയാം, എന്തും വിളിച്ചു പറഞ്ഞാൽ അത് കേരളത്തിൽ വിലപ്പോകും എന്നുള്ള ഒരു ചിന്താഗതി BJP-ക്കാർക്ക് വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിപ്പോ ആരാണെങ്കിലും ഇയാളുടെ എന്താ പറയാ വേദന ഉണ്ടാക്കി എന്ന് പറയുന്ന ഈ സംഭവം. സത്യത്തില് ഞാൻ IPS കിട്ടാൻ വേണ്ടി പഠിച്ച ഒരാളാണ്. 2 തവണ പോലീസ് സെഷൻ കിട്ടിയിട്ട് IPS കിട്ടിയാൽ മാത്രമേ പോകുന്നുള്ളൂ മാറ്റി നിർത്തിയ ആളാണ്. എന്റെ ഉള്ളിൽ ഇപ്പോൾ പോലീസ് ആകാൻ ആഗ്രഹിച്ച ആളുണ്ട്. ഇന്നലത്തെ നിങ്ങളെ വിഷ്വൽസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ പോലീസുകാർ എന്തിനാ അവനെ ഇങ്ങനെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഒരു ഹാമ എടുത്തുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് അവന്റെ വിരലിന് 2 അടി കൊടുത്താൽ പോലെ തോന്നിയിട്ടുണ്ട്. ഞാനത് ചെയ്യുമായിരുന്നു. അപ്പം ആ രീതിയിലാണ് സാധാരണക്കാർ ഇതിനെ കണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇരയുടെ കൂടെ നിൽക്കുമ്പോൾ കൃത്യമായ BJP-യുടെ രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ്. അത് അപഹാസ്യമായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. തീർച്ചയായും വ്യക്തമാണ്, സമഗ്രമാണ്. തീർച്ചയായും പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത പോലീസിനെതിരെ സംസാരിച്ച കുമ്മനം രാജശേഖരന്റെ പ്രസ്താവന വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ചർച്ച തുടരുന്നത്. കുമ്മനം പറഞ്ഞത് വേദനാജനകമാണ് പോലീസിന്റെ പ്രവൃത്തി, പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ പ്രവൃത്തി വേദനയുണ്ടാക്കുന്നതാണ് എന്നാണ് കുമ്മനം പ്രതികരിച്ചത്. ആ പ്രതികരണമാണ് കേരള സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി കുമ്മനത്തിന്റെ ആ വാക്കുകൾ കേൾക്കാം. ഇത്രയും നാളും വിചാരിച്ചിട്ട് പിടികൂടാൻ കഴിയാത്ത പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് സ്വതന്ത്രമായി വിഹരിച്ച ഒരു പ്രകൃതിയെ ഇത്തരത്തിൽ കടന്നു പിടിച്ച് ബലമുപയോഗിച്ച് കൊണ്ടുപോയത് എന്തിനാണ്? ഇതിൽ ദുരൂഹതയുണ്ട്. അത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ പോലീസ് ഇത് ചെയ്യാൻ പാടില്ലാത്ത, നാട്ടിൽ നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഒരിക്കൽ ഈ പോലീസിൻ്റെ നടപടിയെ ന്യായീകരിക്കില്ല. അവരിലൊക്കെ വേദന ഉളവാക്കുന്ന സംഭവമാണ്. തീർച്ചയായും അവരിലൊക്കെ വേദന ഉളവാക്കുന്ന സംഭവമാണ്. ശ്രീ എ സജീവൻ, ആരിലൊക്കെ എന്ത് വേദന? ആ വേദനയ്ക്ക് നിദാനമായ സംഭവം എന്താണ്? പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തതാണോ? ഏറ്റവും പ്രധാനമായിട്ട് കുമ്മനത്തിനെ പോലുള്ള ആളുകൾ, ഈ വേദന ഉണ്ട് എന്ന് പറയുന്ന ആളുകളും വേദന ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളും ഒക്കെ ചിന്തിക്കേണ്ടത്, ഇവിടെ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിയമവാഴ്ചയുടെ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആദ്യത്തെയാൾ ഈ കോടതിയിലെ മജിസ്ട്രേറ്റാണ്. ഇവിടെ അഡീഷണൽ CJM കോടതിയിലാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ കോടതിയിൽ ഇതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അഭിഭാഷകർ പോയപ്പോൾ കോടതി അതിൽ പോലീസിന്റെ നടപടിയെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിയില്ല. കാരണം അവിടെ കോടതി കൂടുന്ന സമയത്തല്ല, കോടതി പറഞ്ഞൊരു കാര്യമാണ്, അതിനയാൾ ഇവിടുത്തെ ഒരു കേസിലും പ്രതിയല്ലല്ലോ. അയാൾ ഈ പ്രതിയാണെങ്കിൽ പ്രതി കീഴടങ്ങാൻ വന്നിട്ട് പിന്നെ കോടതി നടപടി നടക്കുന്ന സമയത്തല്ലെങ്കിൽ പോലും അത് പ്രതിയാണ്, അയാൾ കോടതിക്ക് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കോടതിക്ക് ഇക്കാര്യത്തിൽ ഒരു മനുഷ്യാവകാശ ലംഘനം പറയാം. അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ് കോടതി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും പറയുന്നില്ല. 24 മണിക്കൂറിന് മുമ്പിൽ അറസ്റ്റ് ചെയ്യും, പിന്നെ കോടതിയിൽ ഹാജരാക്കണം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് എന്തെങ്കിലും തെറ്റ് കോടതി ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും കയ്യേറ്റമോ മനുഷ്യാവകാശ ലംഘനമോ നിയമവാഴ്ചയുടെ ലംഘനമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മജിസ്ട്രേറ്റ് തീർച്ചയായിട്ടും അത് പറയുമായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയം കളിക്കലല്ലോ, അദ്ദേഹം നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കോടതി തന്നെ ഇത് പറഞ്ഞിരിക്കുന്നു, നിയമത്തിന്റെ ലംഘനം. ഞാൻ നിയമം കൂടി അറിയുന്നതുകൊണ്ട് പറയുന്നു, ഇത് നിയമത്തിന്റെ ലംഘനം ഉണ്ടായത് കാണുന്നില്ല. പിന്നീട് ഇത് നിയമവാഴ്ചയുടെ ലംഘനമാണ്, എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു ആയുധമാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇതില് സുകുമാരക്കുറുപ്പ് പതിറ്റാണ്ടുകളായിട്ട് കേസിൽ കൊലക്കേസിൽ മുങ്ങിയടക്കുന്ന ആളാണല്ലോ. അദ്ദേഹം നാളെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഹാജരാവാൻ വരുമ്പോൾ കോടതിയുടെ അകത്ത് വെച്ചിട്ടാണെങ്കിൽ പോലും പോലീസ് അദ്ദേഹത്തെ പിടികൂടിയെന്ന് വരും. അത് പോലീസിന്റെ കർത്തവ്യമാണ്. പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ട് ഈ പ്രതിക്ക് ഞാൻ നിരപരാധിയാണെന്ന് പറയാൻ കോടതി. അതാണ് ശ്രീ സജീവൻ ദയവായി തുടരൂ. ശ്രീ സജീവൻ, നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, എങ്ങനെയാണ് കുമ്മനത്തിന്റെ ഈ പ്രസ്താവനയെ കാണുന്നത്?
പൾസർ സുനിയെ പിടിച്ചത് അങ്ങനെ വേദന ഉളവാക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ ആർക്കും വേദന ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. എല്ലാവർക്കും സന്തോഷം നൽകേണ്ട കാര്യമാണ്. പക്ഷെ നിയമപരമായ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടതി എന്നൊക്കെ പറയുന്നത് പോലീസ് കയറി പിടിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. അതൊക്കെ നിയമപരവും സാങ്കേതികപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പോലീസ് അവിടെ പിടിച്ചില്ല എന്ന് ഇത്രയും ദിവസം പോലീസിന്റെ മൂക്കിന് കീഴിൽ കൂടെ ഉണ്ടായിട്ടും പോലീസ് പിടിക്കുന്നത് പരാജയപ്പെട്ടു എന്നത് കേരള പോലീസിന്റെ ഈ കേസിൽ കാണിച്ച ഇൻഎഫിഷ്യൻസി ഒക്കെ ഉണ്ട്. ആളുകൾ അഭിനന്ദിക്കുമ്പോഴും പൾസർ സുനിയെ പിടിച്ചു എന്ന ഏക പോയിന്റിൽ മാത്രമേ പോലീസിന്റെ ഈ കാര്യത്തെ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെയുള്ള പോയിന്റ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ പോലീസിന്റെ നിലപാട് പ്രതിഷേധാർഹം തന്നെയായിരുന്നു. കാരണം ഈ കേസ് സംസ്ഥാന DGP 11 മണിക്ക് അറിയുന്നു. അതിനുശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞ്, അതായത് 12:30 കമ്മീഷണറെ വിളിച്ചപ്പോൾ കമ്മീഷണർ കേസ് അറിയുന്നില്ല. സ്ഥലത്തെ IG വിളിച്ചപ്പം പക്ഷേ ശ്രീമതി ബിന്ദു കൃഷ്ണ, അതായത് അത് ഡിബേറ്റബിൾ ആണ്. അതായത് പോലീസിന്റെ ആ പ്രവൃത്തിയെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ വീഴ്ചയെ രാഷ്ട്രീയമായി പറയാം, അല്ലാതിരിക്കാം. പക്ഷേ എന്തായിരുന്നാലും ഇവിടെ ആ പ്രതിയെ പോലീസ് പിന്തുടരുകയായിരുന്നു. പ്രതിക്ക് പോലീസിനെ കിട്ടിയില്ല എന്നത് ഒരു ആക്സിഡന്റൽ സംഭവമാണ്. ഒരുപക്ഷെ അവിടേക്ക് പ്രതി ഓടിക്കയറി എന്നതാണ്. അതായത് രക്ഷയ്ക്ക് വേണ്ടി പ്രതി ഓടിക്കയറി എന്നുള്ളതാണ്. അവിടെ ഇട്ടാണ് പോലീസ് പിടിക്കുന്നത്. അതെന്ത് തന്നെ ആയിരിക്കട്ടെ, അത് രണ്ടാമത്തെ വിഷയം. ആ തർക്കം മറ്റൊരു പരിപ്രേക്ഷ്യത്തിൽ നമുക്കാകാം. പക്ഷെ ഇവിടെ പൾസർ സുനിയെ പോലെ ഒരാൾ നോക്കൂ, പശുവിനെ കൊന്നു അല്ലെങ്കിൽ പശുവിറച്ചി കഴിച്ചു എന്നതിൻ്റെ പേരിൽ ആൾക്കാരെ ആക്രമിച്ച് കൊല്ലുന്ന ഘട്ടത്തെ ന്യായീകരിക്കുന്ന ഒരു നേതാവാണ് കുമ്മനം. അങ്ങനെയുള്ള കുമ്മനം രാജശേഖരൻ ഇവിടെ നോക്കൂ, ആ സ്ത്രീയുടെ കാര്യത്തെ സംബന്ധിച്ച് ഒരു പരിഗണനയും കൊടുത്തില്ല എന്നുള്ളതാണ്. അവിടെ അത്രയേറെ ആ സ്ത്രീയെ ക്രൂരമായ ആക്രമണത്തിന് വിധേയനാക്കിയ ആ നരാധമനെ പിടിച്ചപ്പോൾ അത് വേദന ഉണ്ടാക്കുന്നതെന്ന് പ്രതികരിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയക്കാർക്കും അപമാനമല്ലേ? അതല്ലേ വേദന ഉണ്ടാകേണ്ടത്? അജിംഷ, അത് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചു, അത് അങ്ങേയറ്റം പരിഹാസ്യമായ ഒരു നിലപാടാ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആരെയാണ് പിടിച്ചത് എന്നതിലാണ് വിഷയം. ഞാൻ സൂചിപ്പിച്ചല്ലോ, എനിക്ക് കേരള പോലീസിന്റെ ഈ കേസിലെടുത്ത നിലപാടിൽ കൃത്യമായ വിയോജിപ്പുണ്ട്. അത് രാഷ്ട്രീയം മാത്രമല്ല, ഇത്രയും ക്രൂരമായി പട്ടാപ്പകൽ പോലെ ഉള്ള അത്താണി മുതൽ എറണാകുളം നഗരത്തിലെ മുഴുവൻ നഗരങ്ങളിലും ഇതുപോലെ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച് കാണാതെ പോയ പോലീസിന്റെ ഒരു ഡൽഹി പീഡനക്കേസ് ഉണ്ടായപ്പോ നമ്മളൊക്കെ എന്താ പറഞ്ഞത്? ഡൽഹിയിലെ പോലീസ് കണ്ടില്ല, പോലീസിന്റെ മര്യാദകേടാ, പോലീസിന്റെ കഴിവുകേടാന്നൊക്കെ നമ്മൾ വിലയിരുത്തിയില്ല. ഈ കേസിൽ കൃത്യമായി പോലീസിന്റെ കഴിവുകേടും കുറവുണ്ട്. പിന്നെ പ്രതി ഓടി രക്ഷയ്ക്കൊന്നും കയറിയതല്ല. അജിംഷ എന്തിനാ അങ്ങനെ പറയുന്നത്? അത് അസത്യമല്ലേ? അല്ല, പിന്തുടരുകയായിരുന്നു. അങ്ങനെയാണ് വാർത്ത. അങ്ങനെയാണ്, അതായത് പിന്തുടരുകയായിരുന്നു. അവിടെ BJPയുടെ പ്രകടനം കൊണ്ട് ജസ്റ്റ് മിസ്സാവുകയാണ്. അതിനുശേഷം പോലീസിന് ഇവരെ കണ്ടെത്താനായില്ല. അതാണ് വസ്തുത. ഞാൻ പക്ഷം പറഞ്ഞതല്ല പോലീസിന്റെ. ശ്രീമതി ബിന്ദു കൃഷ്ണ, അതായത് ആ രീതിയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ പൾസർ സുനിയെ ബലം പ്രയോഗിച്ച് പോലീസ് തങ്ങളുടെ കസ്റ്റഡിയിൽ നിയമ സംവിധാനങ്ങളുടെ ഭാഗമായി നിയമത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനാണല്ലോ പൾസർ സുനിയെ പിടികൂടുന്നത്. അങ്ങനെ പിടിച്ചത്, പൾസർ സുനിയെ അങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ച് വണ്ടിയിൽ കയറ്റിയതിൽ എന്ത് വേദനയാണ്? ഏത് രാഷ്ട്രീയ നേതാവിനാണ് അത്തരത്തിൽ വേദന തോന്നേണ്ടത്? അതല്ലേ ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ ഘട്ടത്തിൽ കാണേണ്ടത്? അജിംഷ, നമ്മൾ കണ്ണു തുറന്നായിരിക്കുന്നല്ല. അജിംഷയെ പോലെ കണ്ണ് അടച്ചുകൊണ്ട് എനിക്കിത് അജിംഷ പറയുന്ന പോയിന്റ് മാത്രം പറയാൻ എന്നെ കൊണ്ടാകില്ല. ഇതിൽ സത്യം കണ്ടേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലീസ് ഈ പൾസർ സുനി ഓടി കോടതിക്കകത്ത് കയറിയെന്നല്ല, അഭിഭാഷകരോടൊപ്പം. അത് രണ്ടാമത്തെ വിഷയം. അത് അവിടെ നമുക്ക്, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ താങ്കളെ വെട്ടിയൊതുക്കാൻ ശ്രമിച്ചതല്ല, കണ്ണടച്ചുമല്ല, കണ്ണ് തുറന്നു തന്നെയാണ്. അതായത് ബിന്ദു കൃഷ്ണ, കുമ്മനം രാജശേഖരൻ പറഞ്ഞ ഈ പ്രസ്താവന വലിയ രീതിയിൽ വിമർശനമുണ്ടാക്കി. ആ വിമർശനത്തിൽ കുമ്മനത്തിന്റെ ആ പ്രസ്താവനയെ താങ്കൾ എങ്ങനെ കാണുന്നു എന്നതാണ് ആദ്യമായി അറിയേണ്ടത്. ആദ്യവും അവസാനവും ഒറ്റ നിലപാടേ ഉള്ളൂ. കുമ്മനം രാജശേഖരന്റെ ഈ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു പ്രതിയെ പിടിക്കുമ്പോൾ വേദന തോന്നാൻ മാത്രമുള്ള ഒരു നേതാവായി അദ്ദേഹം അധപ്പതിക്കാൻ പാടില്ല. രാഷ്ട്രീയമായി വ്യത്യസ്ത അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ട്, രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വ്യത്യസ്തമായുണ്ട്. പക്ഷേ പ്രതിയെ പിടിച്ച രീതിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും അതിൽ വേദന കേരളത്തിൽ ഒരാൾക്ക് തോന്നാൻ പാടില്ല. മറിച്ച് പിടിക്കുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടുന്നത്. തീർച്ചയായും പിടിച്ച നടപടി തെറ്റുണ്ട്. ആ പിടിച്ച CI ആനന്ദ്ലാലിന്റെ മറ്റൊരു നിർദ്ദേശം പോലും കിട്ടാതിരുന്നിട്ടും അദ്ദേഹം പിടിച്ചതിന്റെ ആംബിയത്തെയും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് അതിനും അപ്പുറത്ത് അതിലും മേലാകണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിന്റെ പ്രതിനിധി കൂടിയാണ് ഞാനും. അതാണ് സമഗ്രമാണ്. വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ. തീർച്ചയായും ബിന്ദു കൃഷ്ണയും അത്തരത്തിൽ അപലപിക്കുകയാണ്. അങ്ങനെ ഒരു ക്രൂരനായ ഒരു പ്രതിയെ പിടികൂടുമ്പോൾ വേദനാജനകമെന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല കുമ്മനത്തെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നാണ് ശ്രീമതി ബിന്ദു കൃഷ്ണയും പറഞ്ഞത്.